ഏത് വിജയിച്ച ഒരാളെ എടുത്ത് നോക്കിക്കോ, ഇവർക്കൊക്കെ ഒരു മോശം സമയം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടാവില്ല. എന്തിനാ വേറുള്ളവരെ, ഞാൻ ആളുകളെ പറ്റിച്ചിട്ടുണ്ടെന്ന്, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന്, ഞാൻ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടെന്ന്, എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ കള്ളം ചെയ്തിട്ടുണ്ടെന്ന്, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിച്ച് ഊരി തന്ന താലിമാല വരെ കൊണ്ടുപോയി വിറ്റ് തൊലച്ചവനാണ് ഞാൻ, അത് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ആ കള്ളം വരെ ചെയ്തവനാണെന്നേ ഞാൻ, എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ അർത്ഥം എന്നും ആ കുറ്റബോധം പേറി ജീവിക്കുക എന്നുള്ളതല്ല. ഏത് വിജയിച്ചവനും അങ്ങനെ ഒരു വൾഗർ പീരീഡ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിനി എന്തേ ചെയ്യാൻ പറ്റൂ? അന്ന് ചെയ്തു പോയതിന് പകരം നല്ല പ്രവൃത്തികൾ ചെയ്യുക. എനിക്ക് എൻ്റെ അച്ഛനോടോ അമ്മയോടോ പോയി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭാര്യയുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ 40 പവൻ ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അവൾക്ക് 200 പവൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതാ ചെയ്യണ്ടേ. എൻ്റെ അച്ഛൻ അറിയാതെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും പെട്ടിക്കകത്തുനിന്നും പൈസ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ അറിഞ്ഞു തന്നെ ആ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റണം. അതാണ് ആ തെറ്റ് തിരുത്തൽ, അല്ലാതെ കുറ്റബോധം പേറി നടക്കലല്ല. ആ കുറ്റബോധം കൊണ്ട് നടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. തെറ്റുകൾ മനുഷ്യൻ ചെയ്തിരിക്കും, മനുഷ്യ സഹജമാണ് തെറ്റുകൾ. തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാം, നന്മ ചെയ്താൽ മതിയെന്നേ, അതിന് കാശുണ്ടാക്കുന്നേ.